ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആൻഡ് വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആകെ തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാനസികമായിട്ട് ഒരുപാട് വേദന അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരോട് തന്നെ ഒരുപാട് വെറുപ്പ് തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോയത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ പഴിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ആ ഒരു ബ്രോക്കൺ ഹാർട്ടായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് മാസ്റ്റർ കാർഡിൽ. ആൻഡ് ദെൻ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, എന്താണ് സംഭവിച്ചത് റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സെപ്പറേഷനിൽ എത്തിയത്, അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇനിയും ഈ റിലേഷൻഷിപ്പിൽ അറിയേണ്ടതായിട്ടുണ്ട്. ആ ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയാം, അത് നിങ്ങളോട് വെളിപ്പെടുത്താൻ അവരാഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ആയിരിക്കും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് അവരിപ്പോൾ ഒരു സമയത്ത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവരെ ആകെ തന്നെ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മാറാനായിട്ട് പറ്റുന്നില്ല. അതായത് അവർക്ക് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഡെയിലി റുട്ടീനിലൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യത്തിലേക്കും അവർക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവരുടേത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു തകർച്ചയും ഉണ്ടാവുന്നില്ല. അത് വീണ്ടും നിങ്ങളോടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കും ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോഴും അവരുടെ അരികിലുള്ളതായിട്ട്, അല്ലെങ്കിൽ അവരെ എന്നും മീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോഴും അവർക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിരുന്ന പല കാര്യങ്ങൾ, സംസാരിച്ചിരുന്ന തമാശകൾ പറഞ്ഞിരുന്നത് ഒക്കെയും അവരുടെ മനസ്സിൽ ഓർത്തെടുക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, എന്തൊക്കെ ഡിസ്റ്റൻസിൽ നിങ്ങൾ പോയാലും, എത്ര തന്നെ അകലങ്ങളിലായിരുന്നാലും, മാനസികമായിട്ടും ഫിസിക്കലി നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസിനും നിങ്ങളെ ആ ഒരു സ്നേഹബന്ധത്തെ തകർക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദെൻ വന്നിട്ടുള്ളത് ഇപ്പോൾ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്നുള്ളത്. നിങ്ങളുടെ ശരിക്കുമുള്ള ആ ഒരു സ്റ്റോറി എന്തായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങളൊരു പക്ഷേ ഒരുപാട് തവണ അവരോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിച്ചപ്പോൾ ഒന്നും തന്നെ അവർ നിങ്ങളെ കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ പാസ്റ്റിലേക്ക് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞു പോയ സംഭവങ്ങൾ അവർ റീവൈൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പലപ്പോഴും അവർ പലതരത്തിലും കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശരിക്കും അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി എന്താണ് എന്നൊരിക്കലും അവർ കംപ്ലീറ്റ് ആയിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതൊക്കെയും അവർ നിങ്ങളോട് ചെയ്തൊരു തെറ്റായിട്ട് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അവർ കാരണം നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടായി, നിങ്ങൾ ലൈഫിൽ ഇത്രത്തോളം വിഷമിച്ചു എന്നൊക്കെ അവർക്ക് ചിന്തിച്ചുകൊണ്ട് അവർക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മറ്റൊന്നിനും പിന്നാലെ ഈ വ്യക്തി പോവില്ല. ഒരിക്കലും ഇനി ഒരു ചേസിങ് എനർജിയിലേക്ക് അവർ പോവില്ല എന്നുള്ളതാണ്. അവർ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളെ കെയർ ചെയ്യാണ്ട് അവർ മറ്റ് പലതിലേക്കും ഫോക്കസ്ഡ് ആയി പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നതും അത് അവരുടെ തെറ്റാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതും. ഓക്കെ,
മിസ്റ്റേക്സ്. ഓക്കെ, വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അവരുടെ ഭാഗത്ത് ഇത്രയധികം ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, അതുകൊണ്ട് ആ തെറ്റുകളെല്ലാം തന്നെ തിരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഒരു പുതിയ തുടക്കം ഇതിലൂടെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവർ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകണം എന്നൊട്ടും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഈ ഒരു കണക്ഷൻ അവർ വീണ്ടും ഫിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, ഒരിക്കലും അവർക്ക് അറിയാം ഒരു അവസരം തന്നെയാണ് അവർ നഷ്ടപ്പെടുത്തിയിരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ഗിൽറ്റ് ഫീലിങ്സാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്, അവരുടെ ആ ഒരു കുറ്റബോധം. ഓക്കെ, അതിവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെയാണ്. അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് പലപ്പോഴായിട്ട് മനസ്സുകൊണ്ട്. കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഓർത്ത് തന്നെയാണ് അവരെപ്പോഴും അവരുടെ മനസ്സിൽ ആ സ്ട്രഗ്ലിങ്സ് ഉണ്ടാവുന്നത്. ഒരുപാട് ലൈഫ് ലെസൺസ് അവരിതിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു പെയിൻ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും മറ്റൊരു വ്യക്തിക്കും അവരെ ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ഒരു വേദന കൊടുത്തൊരു വ്യക്തിയെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ ഒരിക്കലും ഒരാൾക്ക് പോലും കഴിയില്ല എന്നവർ മനസ്സിലാക്കുകയാണ്. കാരണം അവർക്കറിയാം അവർ അത്രയും ഒരു വേദനയൊക്കെയാണ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് തന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾ ഒരുമിച്ച് പോയിരുന്ന സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴക്ക് പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി പോവുക, എപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും. ഇതൊക്കെയും അവരുടെ ഒരു തെറ്റായ ബിഹേവിയർ നിങ്ങളോട് പ്രകടിപ്പിച്ചത് നിങ്ങളത് ഏത് തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കലും മറ്റൊരു വ്യക്തിക്കും ഇത്രയും ഒന്നും ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ തികച്ചും നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ട് കാണുന്നത്. ആൻഡ് ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് ഈ വ്യക്തിക്ക്. എന്തൊക്കെയോ ചില ജീവിത രഹസ്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും അവരുടെ ചില ഹാബിറ്റ്സുകൾ മാറ്റാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം ചില സ്വഭാവങ്ങൾ ചില വ്യക്തികൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്തതായിട്ടുണ്ടാവാം. അതൊക്കെയും അവരിപ്പോൾ പറയുന്നുണ്ട്. നിങ്ങളിനി ഈ വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോയാൽ തന്നെയും ചില സ്വഭാവ രീതികൾ അവർക്ക് മാറ്റാൻ കഴിയില്ല എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവർ പലപ്പോഴും മറ്റ് ചില വ്യക്തികളെ ഭയപ്പെടുന്നു, ഗോസിപ്പുകളെ ഭയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആൻഡ് അവർക്ക് സ്വയം അവർക്ക് അൺവർത്തിയാണ്, അവർക്ക് സ്വയം ഒരു വാല്യൂ അവർക്ക് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ ഇപ്പോൾ വിഷമിക്കുകയാണ്. രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബെറ്റർ പേഴ്സൺ എന്നും ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും അവർ ഭയപ്പെടുന്ന ഒരു കാര്യം ഒരു ആക്ഷൻ എടുക്കാനൊക്കെയുള്ള സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.